ഹായ് ഹലോ വെൽക്കം ബാക്ക്. കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നുമില്ല. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോസൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് വീഡിയോസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത കുറച്ച് വർക്കുകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഒരു 12 പാനലിൽ താഴ്ഭാഗത്ത് സ്കേർട്ട് പൊസിഷനിൽ മാത്രം പാനൽസ് വരുന്ന ഒരു സൽവാർ സെറ്റാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെ ആ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതുപോലെ വേറെ പാനൽ കട്ടിൽ തന്നെ വീണ്ടും ഒരു അനർക്കലി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കിതിന് അടിഭാഗത്ത് നന്നായിട്ട് ലേസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേസ് ഇങ്ങനെ നന്നായി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ബഡ്ജറ്റും കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു അത്യാവശ്യം വീതിയിൽ വരുന്നൊരു ലേസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് നമുക്ക് ഈ അംബ്രല കട്ട് അതുപോലെ പാനൽ കട്ട് അതിൻ്റെ അടിയിലൊന്നും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇത്രയും വീതിയുള്ളത് പിടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് നമുക്ക് തിരിഞ്ഞ് കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോളിൽ ഇതുപോലെ ചെറിയൊരു ലേസ് വർക്കും കൂടിയും കൊടുത്തിട്ട് അത് ഫിനിഷ് ചെയ്തെടുത്തു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് രണ്ടും ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു. ആൾ എബ്രോഡായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത്. അപ്പം ഇത് ആ ടൈമിൽ തന്നെ കൊടുക്കാൻ പറ്റി. ഇത് നമ്മൾ അടുത്ത് ചെയ്തൊരു വർക്കാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു കസ്റ്റമറായിരുന്നു. ആൾക്ക് ഈ മെർമെയ്ഡ് തീമിലാണ് വേണ്ടിയിരുന്നത്. ഒരു റെഫറൻസ് പിക്ക് അയച്ചിട്ടുണ്ട്. ഈ ഒരു ഹെവി വർക്ക് വരുന്ന ആ ഒരു ഫാബ്രിക് കൂടി നമ്മൾ അധികം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് ഈ പാച്ച് പോലെയാണ് അതിൽ വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗൗൺ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പാച്ചസൊക്കെ അതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു വേവി പോലെയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അവരയച്ചാലും അങ്ങനത്തെ ഒരു ടൈപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഗൗണ് നമ്മളൊരു ബോഡിക്കോൺ ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അടിഭാഗത്ത് നമ്മളതിനെ വീണ്ടും കട്ട് ചെയ്തേക്കാണ്. അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇതുപോലെ പീസസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ഗൗൺ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് ക്യാൻ ലൈസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലാണ് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ പാച്ചസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്ലീവിലും അതുപോലെ സ്കേർട്ടിൻ്റെ അടിഭാഗത്തും യോക്കിലും ഒക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലൂയിലേക്ക് ഒരു സിൽവറാണ് കറക്റ്റ്. ഈ സിൽവർ സ്വീക്വൻസൊക്കെയാണ് ഈ ഒരു ക്ലോത്തിൽ വരുന്നുണ്ടായിരുന്നത്. അതിലേക്ക് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതുപോലൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഒരു കട്ടിങ് മാത്രത്തിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ബാക്കിയൊക്കെ നോർമൽ തന്നെയാണ്. പിന്നെ കംപ്ലീറ്റ് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ എല്ലാ ഓർഡേഴ്സും വരുന്നത് എല്ലാം കുറേ തിരക്കിലായിരുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഏകദേശം സംഭവം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സ്റ്റിച്ചിങ് അറിയുന്നവരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടാനായിട്ട് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നി. ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു നമ്മൾ ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ട ഡ്രേപ്പ് ചെയ്തിട്ട് നമ്മുടെ ഒരു സാരി ടൈപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുകളിൽ വരുന്ന ഈ ഒരു ഫ്ലവറിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര അവരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ക്യാൻവാസിൽ നമ്മൾ ഈ ഒരു ക്ലോത്ത് അയൺ ചെയ്തെടുത്ത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഗമ്മൊക്കെ വെച്ച് അതുപോലെ ഈ സിൽവർ ലേസ് സ്റ്റോൺ ലേസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവറും കൂടി സെറ്റ് ചെയ്തെടുത്തത്. കസ്റ്റമറിന് സംഭവം കിട്ടി. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവർ ഉദ്ദേശിച്ച പോലെ വന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളൊരു വർക്ക് ചെയ്താൽ അതിന് അവരുടെ ഫീഡ്ബാക്കാണ് നമുക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയണത്. ഇതെന്ന് വെച്ചാൽ അടുത്തൊരു വർക്ക് ഇത് ഉമ്മച്ചി ഇതുപോലെ ലേസ് മേടിക്കാനായി പോയപ്പോൾ ഷോപ്പിൽ നിന്ന് കണ്ട ഒരു ടീം അവരുടെ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആണ്. ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല. ആകെ ഒരു 5-6 ദിവസമുള്ളൂ കല്യാണത്തിന്. ബ്ലൗസൊന്നും ഡിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞു മോള് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ ആരെയും കിട്ടിയില്ലെങ്കിൽ വിളിച്ചോന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചു എന്തിനാ, എനിക്ക് ഹാൻഡ് വർക്ക് അറിയില്ലല്ലോ, പിന്നെ എന്തിനാ കൊടുത്തതെന്നൊക്കെ ചോദിച്ചു.
അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞാൽ അറിയുന്ന പോലെ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ്. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ ഗീവ് അവേൻ്റെ വിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഡ്രസ്സാണ്. ആ വിചിത്ര സിൽക്ക് നമ്മൾ ബ്ലാക്കാണ് ആൾക്ക് വേണമെന്ന് പറഞ്ഞത്, പക്ഷെ എനിക്ക് ബ്ലാക്കിനേക്കാൾ ഒന്നുകൂടി ആ ഓഫ് വൈറ്റാണ് രസം തോന്നി. ബ്ലാക്കിൽ ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തത്. അളവ് മെഷർമെൻറ്റ്സൊക്കെ നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ആൾ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, 1 ടൈം ആയിരുന്നു, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഇത് നമ്മൾ കൊടുങ്ങല്ലൂരുള്ളൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത വർക്കാണ്. ഈ ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ പാനൽ അനാർക്കലി ആയിരുന്നു. അത് 12 പാനലിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തൊരു വർക്കാണ്. ആൾക്ക് മെറ്റേണിറ്റി ടൈമാണ്, അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തൊരു വർക്കാണ്. വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് അടുത്തൊരു വർക്ക്. ഇത് മലപ്പുറത്തുനിന്ന് കോഴിക്കോട് നിന്നുള്ളൊരു കസ്റ്റമറായിരുന്നു. ആൾ നമുക്ക് ഒരു റെഫറൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹാൻഡ് വർക്ക് ഇല്ലാന്ന് നമ്മൾ ഫസ്റ്റ് പറയുന്നുണ്ട്. എന്നാൽ പോലും ആ ഡ്രസ്സിൻ്റെ ഒരു ഭംഗി കൊടുക്കണമെങ്കിൽ ഒരു ഹാൻഡ് വർക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ ഒരു പാച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഈ ഒരു റെഡ് സീക്വൻസുകൾ നമ്മൾ ഈ എല്ലാ ലേസിലും വെച്ച് കൊടുത്തു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് കാണാനായിട്ട് ഒരു റിച്ച് ലുക്ക് എന്ന് തന്നെ പറയാം. അത്രയും രസമുണ്ടായിരുന്നു. ആ ഷോളിൻ്റെ ആ ഒരു കളറിലുള്ള ബീഡ് അതുപോലെ സീക്വൻസും കൂടി നമ്മുടെ ഈ ഒരു ഡ്രസ്സിൽ വന്നപ്പം ആൾ ഇട്ടിട്ട് പിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഇട്ടിട്ട് നല്ല ഫിറ്റായിരുന്നു, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഫീഡ്ബാക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ടിഷ്യൂ മെറ്റീരിയലാണിത് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു റേറ്റ് ഉണ്ട്. ഇത് നമ്മുടെ കസ്റ്റമർ ഇട്ടിട്ടുള്ള പിക്കാണ്. അടുത്ത ഈ ഒരു ഡ്രസ്സ് വരുന്നത്, ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്ത ഡ്രസ്സാണ്. ഇതിനൊന്നും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊന്നും ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ഒരു യാത്ര ഉണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് അന്ന് തന്നെ ഇട്ടിട്ട് അന്ന് തന്നെ പോയതാണ്. അടുത്ത ഈ ഒരു ഡ്രസ്സ് വരുന്നത് നമുക്ക് ലക്ഷദ്വീപിൽ നിന്നാണ് ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. 12 പാനൽ അനാർക്കലിയാണ്. നമ്മളുടെ തന്നെ ഒരു റെഫറൻസിൽ ആൾ ചെയ്തെടുത്താണ്. അത് 1 ഡേ കൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത്. അടുത്തത് ഈ ഒരു വർക്കാണ്. അത് കൊല്ലത്തുള്ളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ 2-3 ദിവസത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് അയക്കേണ്ടതായിരുന്നു. അപ്പം അതും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കേർട്ടും അംബ്രല സ്കേർട്ടും അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു അംബ്രല തന്നെയാണ് വരുന്നത്. അതിൽ കുറച്ചിങ്ങനെ സീക്വൻസ് പോലെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ ഷോളിൽ ഇതുപോലെ പാച്ച് വർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ബ്ലാക്കിൽ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോസൊക്കെ അയക്കാമെന്ന് പറയുമെങ്കിലും പലരും ഫോട്ടോസൊന്നും അയക്കാറില്ല. കിട്ടുന്ന ഫോട്ടോസാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു 11 ഇയറിലുള്ള ഒരു മോൾക്ക് വേണ്ടിയിട്ടുള്ള കേപ്പ് ഗൗണാണ്. ഇത് നമ്മളെ ഫാമിലിയിൽ തന്നെയുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. അവർ ഒരാഴ്ച ആയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കിത് തലേദിവസമാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു അംബ്രല ടോപ്പും അതുപോലെ ഒരു പലാസോ ബോട്ടമാണ് വരുന്നത്. ഇത് നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനൊരു ഷോള് പ്രിൻ്റഡ് ആയിട്ടുള്ള അജ്രക്കിൻ്റെ ഷോളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ മാച്ചിങ് ആയിട്ട് പ്ലെയിനായിട്ട് ഇങ്ങനൊരു ഡ്രസ്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ അടുത്തുനിന്നുള്ളൊരു കസ്റ്റമർ തന്നെയാണ്. ഒരു ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് കൂടിയും കൊടുത്തപ്പം സംഭവം രസമുണ്ടായിരുന്നു. ഇത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഈ ഒരു ഓർഡർ എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. സത്യം പറഞ്ഞാൽ ആളിങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് ഫുൾ തിരക്കായതുകൊണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ ആൾ വേണം എന്നിങ്ങനെ നിർബന്ധം പറഞ്ഞപ്പോൾ ഇതുപോലെ 1 ഡേ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്താണ്. വെൽവെറ്റിൻ്റെ ഒരു ടോപ്പും ഒരു സ്കേർട്ട് പലാസോ വെൽവെറ്റിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വേറെ ക്ലോത്ത് വെച്ച് ചെയ്യാമെന്നൊക്കെ. പക്ഷേ ആ ഒരു ഡാർക്ക്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ഒരു വെൽവെറ്റിൽ തന്നെ ചെയ്തെടുത്താലാണ് പറ്റുണ്ടായിരുന്നുള്ളൂ. സ്ലീവിലും ടോപ്പിൻ്റെ എൻഡിലുമായിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ലേസ് കൂടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ കോമ്പിനേഷൻ രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ. അപ്പോൾ അത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കസ്റ്റമൈസേഷനായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് പാനൽ അനാർക്കലികൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസൊക്കെ കാണാം. സ്റ്റിച്ചിങ് വീഡിയോ കുറച്ച് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. ഫുൾ വീഡിയോസ് ഒന്നും ഇപ്പോൾ അടുത്തൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.